പാചക കലയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ചക്ക വറുത്തതും അതേപോലെ ചേന വറുത്തതുമാണ് കാണിക്കുന്നത്. ആദ്യം ചേന നമ്മൾ നുറുക്കണം. അതിങ്ങനെ ചതുരമായിട്ട് ഇങ്ങനെ നുറുക്കണം. ഇങ്ങനെയാണ് ചേന നുറുക്കുന്നത്. ഇത് നമ്മൾ രണ്ടും കൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ ചേനയ്ക്ക് കുറച്ച് കൂടുതൽ സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചേന കുറച്ചങ്ങടായതിൻ്റെ ശേഷം പിന്നെ നമ്മളിത് ചക്ക ഇടുള്ളൂ. അപ്പോൾ ഈ ചക്ക നുറുക്കുന്നത് ഇങ്ങനെയാണ്. ചക്ക നുറുക്കുന്നത് ഇങ്ങനെയാണ്. ഇനി നമ്മളിത് വറക്കുകയാണ്. ആദ്യം ചേന വറക്കും. അത് കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതും കൂടെ ഇടും. രണ്ടും ഒന്നിലാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ സ്റ്റവ് കത്തിച്ചു. ഇവിടെ ഒരു ചീനച്ചട്ടി വെച്ചു. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഞാൻ ചേനയും അതേപോലെ ചക്കയും കൂടെ വറക്കുന്നുണ്ട്. രണ്ടും കൂടെയാണ്. അപ്പോൾ ആദ്യം നമ്മളിത് ചൂടായി കഴിഞ്ഞാൽ നല്ലോണം ചൂടാവണം. ആ ചൂടായി കഴിഞ്ഞാൽ ഈ ചേന വറുത്തത് നമ്മൾ ചേന ഇടും. ചേന ഇട്ട് അത് കുറച്ചുകൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ചക്ക ഇവിടെ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നുറുക്കിയിട്ട് അപ്പോൾ എണ്ണ ചൂടായി. അതായത് വെളിച്ചെണ്ണയാണ് എടുത്തത്, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ. അതിലേക്ക് ഞാൻ ഈ ചേന വറുക്കാൻ വേണ്ടിയിട്ട് ചേന നുറുക്കിയിടുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ രണ്ടും കൂടെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ചേനയും അതേപോലെ ചക്കച്ചുള രണ്ടും കൂടെയാണ് വറക്കുന്നത്. ചേന നമ്മൾ ഇങ്ങനെ ചതുരത്തിൽ നുറുക്കിയത് ആദ്യം ഇതിലേക്ക് ഇടുന്നു. ഇനി അത് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഈ ചുള വറക്കുന്നതും കൂടെ ഇടുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് ചേനയ്ക്ക് കുറച്ച് കൂടുതൽ സമയമെടുക്കും. നമ്മൾ രണ്ടും കൂടെയാണ് ഇത് ചെയ്യുന്നത്. സാധാരണ ആൾക്കാർ രണ്ടായിട്ടാണ് ചെയ്യൽ. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ നമ്മൾ ഒരുമിച്ച് വറുത്ത് സ്നാക്ക് ആയിട്ട് നമുക്ക് വൈകുന്നേരമൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ചേന നമ്മൾ വറുക്കുകയാണ്, ചതുരത്തിൽ നുറുക്കിയത്. അത് ഒരു 10 മിനിറ്റായി. അപ്പോൾ അത് ഒന്ന് ചൂടായിട്ട് ഒന്ന് വറവായതിൻ്റെ ശേഷം വേണം നമ്മൾ ഈ ചുള ഇതുപോലെ സ്ലൈസ് ചെയ്തത്, ഇത് നുറുക്കിയതല്ല, ഇങ്ങനെ സ്ലൈസ് ചെയ്തത് ഇതിലേക്കിടുക. ഒരേ ഇതിലേക്ക് തന്നെ നമ്മളിടുക. കുറച്ച് ആദ്യം നമ്മൾ ഈ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമ്മൾ കാണിക്കുന്നതിന് വേണ്ടി ഇടുകയാണ്. അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം നമ്മളതൊന്ന് ഇളക്കുക. ഈ ചട്ടുകം ഉപയോഗിച്ചിട്ട് നമ്മളിതൊന്ന് ഇളക്കുക. ഇതിലെ ചക്കച്ചുള അത് എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് മഞ്ഞ കളറ്, ഇത് സ്വാഭാവികമായിട്ടുള്ളതാണ്. ഒരു പ്രത്യേകതരം ചക്ക ആയതുകൊണ്ടാണ് ഇങ്ങനെ ഈ മഞ്ഞ കളറാവുന്നത്. ഇതിൻ്റെ കളറ് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു മഞ്ഞ കളറുണ്ട്. ഇതൊരു പ്രത്യേകതരം ചക്കയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് തളിക്കുകയാണ്. ഉപ്പ് വെള്ളത്തിലാക്കി അലിയിച്ചത് നമ്മളിതിൽ തളിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൽ ഉപ്പിടുക. അപ്പോൾ ഇത് നമ്മൾ വറുത്തിട്ടുണ്ട്. ചേനയും ചുളയും ഒരുവിധമായി കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ വാങ്ങാനായി കഴിഞ്ഞു. അപ്പോൾ നമ്മളിതിൽ ഉപ്പിട്ടു. ഇത് വാങ്ങാനായി. നമ്മളിത് സ്റ്റവ് ഓഫാക്കുകയാണ്. സ്റ്റവ് ഓഫാക്കി ഇനി ഇത് നമ്മളിത് കോരിയെടുക്കണം.
കുട്ടികൾക്ക് ചേന വറുത്തതും അതേപോലെ നമ്മൾ ചുള വറുത്തും കൂടെ കൊടുക്കണം. ഒന്ന് ഒന്ന് തിന്നതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞ് നന്നായി ഉണ്ടാവും. ഇന്ന് നമ്മൾ ചക്കയും ചേനയും ഒന്നിച്ച് വറുത്തതാണ് കാണിച്ചത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് വീണ്ടും വീണ്ടും കാണുക, ലൈക്ക് ചെയ്യുക.